എന്താണ് ഞാൻ ഈ കാണുന്നത്? ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ പെട്ടെന്ന് ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടേക്കണം, മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ ഔട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, ട്രെയിലർ ഔട്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റ് ആണ് എഴുതിയേക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ട്രെയിലർ ഔട്ട് തന്നെ. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ സാധനം അറിയണത്, ഇതിന്റെ ട്രെയിലർ വന്നെന്ന് തന്നെ. ഞാൻ ഇതിനെപ്പറ്റി അധികം അപ്ഡേഷൻസ് ഒന്നും അധികം എടുത്തിട്ടുണ്ടായില്ല, ഇനി സിനിമ കാണാന്നുള്ളൊരു ഇതിനകത്ത് ഈടായിരുന്നു. അപ്പൊ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ഇനി ട്രെയിലർ കണ്ടിട്ട് ബാക്കി പറയാം. എക്സൈറ്റ്മെന്റ് ഈ സാധനത്തിന് ഗ്ലാമർ ഒന്നും നോക്കണ്ട, നമുക്ക് കാണാം. ജയം, അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. സൗണ്ട് ഒരു രക്ഷയില്ലടാ. ഇന്ന് മാങ്ങോട്ടക്കളരിയുടെ ആയുധം കൊടും ചതിയാണ്. ചതിയാണ് ആയുധം. മറ്റേപ്പുള്ളിയല്ലേ ലൂസിഫറിലെ? ഓ, വെടിയുണ്ട്. കരയണം, ചോര വീഴണം, കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. ലാലേട്ടൻ എത്തി മക്കളെ. ഓ, ബീജിയം. Oh, Walima, come on! എനിക്ക് ഈ BGM എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഫസ്റ്റ് ടീസർ കണ്ടപ്പോ തന്നെ ഈ സാധനം മലൈക്കോട്ടെ വാലിബൻ. ജനുവരി 25. അങ്ങനെ മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ കണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തായിരുന്നു. ഞാൻ ഇത്രയും മാസം ഒരു എൻട്രിയും അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. LJPയുടെ പടം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ക്ലാസ് ഒരു ഐറ്റമാണ് ഞാൻ പ്രതീക്ഷിച്ചേണ്ടിരുന്നത്. പക്ഷെ ഇതൊരു മാസം സാധനം രോമൊക്കെ എഡിറ്റ്. എൻ്റെ പൊന്നു, ലാലേട്ടൻ്റെ ആ ഒരു കുറച്ച് നേരം ലാലേട്ടനെ കാട്ടണമെങ്കിൽ ആ ഒരു കാണിക്കുമ്പോൾ നമ്മൾ പഴയ ലാലേട്ടൻ, പഴയതും പോട്ടെ പുതിയതും പോട്ടെ, നമുക്ക് ഇപ്പം ഉള്ള ലാലേട്ടൻ എങ്ങനെയാണോ നമുക്ക് ആ ലാലേട്ടൻ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മതി. അല്ലാണ്ട് പഴയ ലാലേട്ടൻ അത് ആ പരിപാടി നമുക്ക് വിടാം. അപ്പോൾ LJPയുടെ ലാലേട്ടൻ, അതായത് നമ്മുടെ മോഹൻലാൽ മലയാളത്തിൻ്റെ അവതാരം എടുത്ത് വരുന്നു. ഞാൻ എന്തൊക്കെയാണോ ഈ പറയണത്, എന്തൊക്കെയോ ഞാൻ വിളിച്ച് പറയുന്നത്, അത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിനകത്ത് പറയണതാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നല്ല കിഡിലൻ ട്രെയിലറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്തായാലും LJP പൊളിച്ചെടുക്കുന്ന എനിക്ക് കണ്ടിട്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പട്ടാളക്കാർക്കെതിരെ പോരാടുന്ന വാലിബൻ എന്നൊക്കെ ഉള്ള രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നാണ് തോന്നണത് ഇത് കണ്ടിട്ട്. അപ്പോൾ നമുക്കിനി സിനിമ തിയേറ്ററിനകത്ത് പൊളിച്ചെടുക്കാം. എനിക്ക് എത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ താഴെ ഇടാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ, സീ യു.